കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ശക്തിയോടെ സ്തുതിക്കട്ടെ. ആരാധന ആരാധന ഹല്ലേലൂയ ആരാധന സാധിക്കുമെങ്കിൽ രണ്ടോ മൂന്നോ പേരോ ഫേസ് ടു ഫേസും തിരിഞ്ഞു നിൽക്കാമോ? ഈ സമയം പ്രത്യേകമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവികാരുണ്യ സന്നിധിയിലേക്ക് അവരെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുകയാണ്. ഈ സമയം നിങ്ങളുടെ വലതുകരം ഒന്ന് ഉയർത്തി അവരുടെ മേലൊന്ന് ഉയർത്തി നീട്ടിപ്പിടിക്കാം. മാമോദീസയിലൂടെ പൊതു പൗരോഹിത്യത്തിൽ പങ്കുകാരായ നമ്മുടെ മുന്നിലുള്ള എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഇവരെ മാത്രമല്ല, നമ്മൾ മനസ്സിലോർക്കുന്ന എല്ലാവരെയും ആശീർവദിക്കുകയാണ്. ഈ സമയം രോഗികളായിട്ടുള്ളവരുണ്ട്, വീട്ടിലുള്ളവരുണ്ട്, ഇപ്പോൾ മുമ്പിൽ നിൽക്കുന്നവരുണ്ട്, തകർന്നു പോയവരുണ്ട്, നമ്മളെ സ്നേഹിച്ചവരുണ്ട്, വേദനിപ്പിച്ചവരുണ്ട്, മാറ്റി നിർത്തിയവരുണ്ട്, ചേർത്ത് പിടിച്ചവരുണ്ട്, ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, മാരകമായ പാപങ്ങൾക്ക് അടിമകളായി കഴിയുന്നവരുണ്ട്, ഈ രാത്രിയിൽ മരിക്കാനും മരണത്തെപ്പറ്റി ചിന്തിച്ച് കഴിയുന്നവരുണ്ട്, ഈ രാത്രി പാപകരമായ കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട്. അവർക്കെല്ലാം വേണ്ടി, അവിശ്വാസത്തിന്റെ വഴിയെ ചരിക്കുന്നവർക്ക് വേണ്ടി
നമ്മുടെ മുമ്പിൽ നമ്മൾ ആരെല്ലാം ഓർക്കുന്നവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടും, ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടൊന്ന് സ്തുതിക്കട്ടെ. ഹാലേ ആരാധന 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 യേശുവേ ആരാധന ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അൾത്താരയിലേക്ക് തിരിഞ്ഞു നിൽക്കാം. സമയം വലിയൊരു ഹീലിംഗ് ഡെലിവറൻസ് പ്രയർ ഡാനിയലച്ചൻ നമുക്ക് വേണ്ടി നടത്തും. എല്ലാ വൈദികരോടും ചേർന്ന് ഇവിടെയുള്ള എല്ലാ വൈദികരും ഈ സമയം സ്റ്റേജിലേക്ക് കയറി വരാമോ? ഈ ഡെലിവറൻസ് പ്രാർത്ഥനയ്ക്കൊടുവിൽ വിശുദ്ധ ജലം തളിച്ച് എല്ലാവരെയും ആശീർവദിക്കും. അതിനൊടുവിൽ നമ്മൾ ദിവ്യകാരുണ്യ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരും. വൈദികർ അവിടെ നിന്നാൽ മതിയായിരിക്കും, സ്ഥലക്കുറവുകൊണ്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മൾ ആശീർവദിക്കാൻ പോകുമ്പോൾ അങ്ങോട്ട് നമുക്ക് തിരിച്ചു പോകാം. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. നമുക്ക് സ്തുതിക്കുന്നു 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 വീരയോദ്ധാവിനെ പോലെ വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. അവർക്കുണ്ടാകുന്ന നിത്യമായ അപമാനം ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തലയെ തകർക്കും. യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു. കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ചവരെ സംരക്ഷിക്കുന്നു. ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. കർത്താവിന്റെ ദൂതൻ അസീറിയക്കാരുടെ പാളയത്തിൽ കടന്ന് 1,85,000 പേരെ വകവരുത്തി. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ എന്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും. ഒരു മർദ്ദനും അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേലുണ്ടായിരിക്കും. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ട കെട്ടും. അതിന് മധ്യത്തിൽ ഞാൻ അവരുടെ മഹത്വമായിരിക്കുകയും ചെയ്യും. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. വീരയോദ്ധാവിനെ പോലെ കർത്താവ് നിന്റെ വലതുഭാഗത്തുണ്ട്. അതിനാൽ നിന്റെ പീഡകരുടെ കാലിടറും. അവർ നിന്റെ മേൽ വിജയം വരിക്കുകയില്ല. വിജയിക്കാതെ വരുമ്പോൾ അവർ വല്ലാതെ ലജ്ജിക്കും. ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. അവർ ആയുധങ്ങളിലും സാഹസകൃത്യങ്ങളിലും ആശ്രയിക്കും. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനിലാണ് നമ്മുടെ പ്രത്യാശ. യാക്കോബിന്റെ ദൈവമേ, നീ ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലംപതിച്ചു. ഈശോയുടെ നാമത്തിൽ, ഈശോയുടെ പരിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ, യേശുവിന്റെ രക്തത്തിന്റെ യോഗ്യതയിൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ, മത്തായി 18:18 മർക്കോസ് 3:27 മത്തായി 28:18 2 മക്കബായ 2:18 ജെറമിയ 20:17 യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്നും തിരുസഭയ്ക്ക് നൽകിയ അധികാരത്തിൽ അഭിനയ പിതാക്കന്മാർക്ക് വിധേയപ്പെട്ടു നിന്നുകൊണ്ട് ഓരോ കൂട്ടായ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് നസ്രാനായ യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെ, ദാമ്പത്യത്തെ, മക്കളെ, തലമുറകളെ കാലാകാലങ്ങളായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക പീഡകളെ, അന്ധവിശ്വാസത്തിന്റെ അരൂപികളെ, വിഗ്രഹാരാധനയുടെ അരൂപികളെ, 1-ാം പ്രമാണലംഘനത്തിന്റെ അരൂപികളെ, 6-ാം പ്രമാണലംഘനത്തിന്റെ അരൂപികളെ, ജഡികപാപത്തിന്റെ അരൂപികളെ, അഹങ്കാരത്തിന്റെ അരൂപികളെ, അസൂയയുടെ അരൂപികളെ, ഭിന്നതയുടെ അരൂപികളെ, കർത്താവായ യേശുവേ, ഇവർക്കും ഇവരുടെ കുടുംബത്തിനുമെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മറൈൻ സ്പിരിറ്റുകളെ, എല്ലാ റെപ്റ്റൈൽ സ്പിരിറ്റുകളെ, എല്ലാ സർപ്പന്റൈൻ സ്പിരിറ്റുകളെ, എല്ലാ പൈത്തോൺ സ്പിരിറ്റുകളെ, ജസബൽ സ്പിരിറ്റുകളെ, അബദോന്റെ അരൂപികളെ, അസ്മാദേവസിന്റെ അരൂപികളെ യേശുനാമത്തിൽ ശാസിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കാഴ്ചവെട്ടിലേക്ക് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഹൃദയം നൊന്ന് വിളിക്കുന്ന ഈശോയെ, കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്ന ഈശോയെ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഇനി നീ മാത്രം ഈശോ, ഈശോ. ആരാധിക്കുന്നേ, 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 പാടുകേ. ആരാധിക്കുന്നേ, 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 കരങ്ങൾ ഉയർത്തി ശക്തിയോടെ സ്തുതിക്കട്ടെ. ഈശോ നമ്മുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളി വരാൻ പോവുകയാണ്. ഈ സമയം വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ഈ സമയം നിങ്ങൾ കൈകൾ അടിച്ചൊക്കെ പാടണമെങ്കിൽ നിങ്ങൾക്ക് തിരി താഴെ വെച്ച് തന്നെ കൈകൾ അടിച്ചൊക്കെ ആരാധിക്കാം. ഇഷ്ടമുള്ള രീതിയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രാർത്ഥിക്കാം. ഈശോ കടന്നു പോകുന്ന വഴിയിലേക്ക് തിരിഞ്ഞു നിൽക്കണം. അന്ധയാചകൻ കണ്ണുനീരോടെ വിളിച്ചതുപോലെ വിളിക്കണം. രക്തസ്രാവക്കാരി തൊട്ടതുപോലെ ഈശോയെ തൊടാൻ ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് വിളിച്ചേ, ഈശോയെ എന്ന് വിളിച്ചേ, ഈശോയെ, ഈശോയെ എന്ന് വിളിക്കാം. ഈശോയെ എന്ന് ഹൃദയം തുറന്ന് ഹല്ലേലൂയ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ,
തന്ന ഈശോയെ, ജീവനാമെന്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, ജീവനാമെന്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, ജീവനാമെന്റെ ഈശോയെ, ജീവിതം തന്ന ഈശോയെ, ആരാധിക്കുന്നേ ആരാധിക്കുന്നേ, 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 ആരാധിക്കുന്നേ. പാടിയിടുവേ മനമേ, മനമേ, പാടിയിടുവാൻ ഉണരൂ, ഉണരൂ. ഈശോയെ, ഈശോയെ, ഈശോയെ എന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് വിളിക്കട്ടെ, ഈശോയെ എന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് ആരാധിക്കട്ടെ, ആരാധിക്കട്ടെ. ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് വിളിക്കട്ടെ, ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ, ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ വിളിക്കട്ടെ, 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 ശക്തിയോടെ വിളിക്കട്ടെ, വിളിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ആരാധിക്കാനാ ഈ രാത്രി തന്നല്ലോ, ആരാധിക്കാനാ ഈ നാവു തന്നല്ലോ, ആരാധിക്കാനാ ഈ പാട്ടും തന്നല്ലോ, ആരാധിക്കാനാ ഈ ശബ്ദം തന്നല്ലോ. പഠിക്കാൻ ആരാധിക്കാനായി ഉസിരും നീ, ഉലകം നീയേ, ഉസിരും നീയേ, ഉലകം നീയേ, നിൻ ഉസിരും നീയേ. ആരാധിക്കുന്നേ, 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 ഈശോയുടെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട്, ഈശോയെ നോക്കിക്കൊണ്ട് ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് ആരാധിക്കണേ. കരങ്ങളടിച്ച് പഠിക്കേ, താഴെ വെച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് ആരാധിച്ച്, തിരികൂതി താഴെ വെച്ചുകൊണ്ട് കൈയടിച്ച് പാടാം. കൈകളടിച്ച്, കൈകളടിച്ച്, തിരികളൂതി താഴെ വെച്ച് കരങ്ങളടിച്ച് ആടി പാടിക്കേ, കരമടിച്ച് പാടിക്കേ. ആരാധിക്കുന്നേ, 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 ആരാധിക്കുന്നേ. കരമടിച്ചാടി പാടിക്കേ. ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ,
ഹല്ലേലൂയ. ആരാധന ശക്തിയോടെ സ്തുതിക്കട്ടെ. നന്ദി പറഞ്ഞ് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ നിന്നെ കേൾക്കുവാൻ എൻ്റെ കാതുകൾ പോരാ. പാടിയിടുമേ മനമേ മനമേ വാഴ്ത്തിയിടുവാൻ ഉണരൂ. പാടിയിടുമേ മനമേ മനമേ കരമടിച്ച് ഹല്ലേലൂയ. ഒരു നിമിഷം എല്ലാവരും ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, ശുശ്രൂഷ അവസാനിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ നിർവഹിക്കാനുണ്ട്. നമുക്ക് 9 മണിക്കാണ് നമ്മുടെ ഈ റേസ് പാർട്ടി തീരുന്നത്. പെട്ടെന്ന് ഒരു കാര്യം ഉറപ്പിക്കുകയാണ്. അതായത് ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുമ്പോൾ 3 കാരണങ്ങൾ വരാൻ, നല്ല തിരക്കുള്ള ദിവസങ്ങളാണ് ഇതെല്ലാം. ഇപ്പം ഇന്ന് രാത്രി തന്നെ അടുത്ത ട്രെയിനിന് തിരിച്ചു പോവുകയാണ്. പോയിട്ട് രാവിലെ അടുത്ത ശുശ്രൂഷയുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ അച്ഛൻ്റെ കൂടെ വരണമെന്ന് 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം തീർച്ചയായിട്ടും ബിനോയച്ചനോടുള്ള സ്നേഹം. രണ്ടാമത്തെ കാരണം നമ്മുടെ പട്ടത്തച്ഛൻ ഒത്തിരി തവണയായിട്ട് ജെറുസലേമിലേക്ക് വിളിക്കുകയാണ്, വരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് പട്ടത്തച്ഛൻ എന്തായാലും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ പരിഭവം ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതങ്ങ് ഇങ്ങനെ തീരുന്നെങ്കിൽ തീരട്ടെന്ന് ഓർത്തു. മൂന്നാമത്തേത് ഇത് ഫിയാത്ത് മിഷൻ്റെ മിഷണറിമാർക്ക് വേണ്ടിയുള്ള ഒരു സമ്മേളനമാണ്, ഗ്ലോബൽ മീറ്റിംഗ് ആണിത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ടാണ് ഇത് അതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. ഈ ഫിയാത്ത് മിഷൻ വടക്കേ ഇന്ത്യയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ ഭാഷകളിൽ ബൈബിൾ അടിച്ച് വിതരണം ചെയ്യുന്ന ഒരു വളരെ അഭിഷേകം നിറഞ്ഞ ശുശ്രൂഷയാണ്. ഞാനിത് പെട്ടെന്ന് ഒറ്റ വാക്കിൽ പറയുകയാണ്. ഞാൻ സീറ്റ്ലി ബ്രദറിനെ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. ബ്രദറിനെ ഞാനൊരു 5 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് സമയം തരാം. 5 മിനിറ്റ്, അത് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്യാനുള്ളതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം, ഫിയാത്ത് മിഷൻ വളരെ സ്തുത്യർഹമായ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. ബൈബിൾ അച്ചടിച്ച് സൗജന്യമായി വിതരണം ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. അതുപോലെ വടക്കേ ഇന്ത്യയിൽ അനേകം മിഷണറിമാരെ ഫോർമേഷൻ കൊടുക്കുന്ന ഒരു ശുശ്രൂഷയാണ്. എനിക്ക് വ്യക്തിപരമായി നേരിട്ടറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ദശാംശം കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി അടുത്ത കുറച്ച് നാളത്തേക്ക് ഫിയാത്ത് മിഷൻ അത് കൊടുക്കാൻ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങൾ ബൈബിൾ പ്രിന്റിംഗ് ആണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മിഷൻ. ഞങ്ങൾ ആദ്യത്തെ ബൈബിൾ പ്രിന്റ് ചെയ്യുന്നത് 2010 അതിനുശേഷം ഇതുവരെ 27 ഇന്ത്യൻ ലാംഗ്വേജുകളിലും അതുപോലെ തന്നെ 7 ആഫ്രിക്കൻ ലാംഗ്വേജുകളിലും ബൈബിൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുമ്പോൾ കാണുന്നത്. തീജ്വാലകൾ പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ഈ അൾത്താരയിലേക്ക് പ്രവഹിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതൊരു വലിയ മാറ്റമാണത്. കാർമേഘം പോലെ കറുത്തിരുണ്ട നമ്മുടെ ഹൃദയങ്ങളെ തൂമഞ്ഞ് പോലെ വെളുപ്പിക്കുവാനായിട്ട് കഴിഞ്ഞുപോയ 4 മണിക്കൂർ സമയം ഈ സ്തുത്യർഹമായിരിക്കുന്ന സേവനം ജെറുസലം വചനകൂടാരത്തിൻ്റെ ഫലകങ്ങളിൽ നിന്ന് ഒരിക്കലും മായ്ഞ്ഞു പോകുകയില്ല. കാരണം ഈ വശത്ത് മരിയൻ മണ്ഡപമാണ്. 158 വിശുദ്ധന്മാരുടെ റിലിക്ക് അവിടെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിശുദ്ധന്മാരും വിശുദ്ധകളൊക്കെ എന്തുമാത്രം സന്തോഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാനിപ്പോൾ കാണുകയാണ്. അവിടെ വലിയ താളം കൊട്ടൊക്കെ ആയിരുന്നാണ് പറയുന്നത്. അവിടെ മനോഹരമായിരിക്കുന്ന ആ മരിയൻ മണ്ഡപത്തിൽ തീർച്ചയായിട്ടും മാതാവിൻ്റെ ഗാനങ്ങളൊക്കെ ആലപിക്കുമ്പോൾ ഇവിടെ പല പ്രാവശ്യം പാടുന്നുണ്ടായിരുന്നുവെങ്കിലും വിനോദച്ചനും ടീമംഗങ്ങളും പാടിയപ്പോൾ, പല ഭാഷകൾ പാടിയപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ നനയുകയായിരുന്നു. ഡാനിയേൽസ് പറയുന്ന 3 കാര്യമുണ്ട്. അതിന്ന് ഫിയാത്ത് മിഷന് വേണ്ടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. ഒന്നാമതായി, കണ്ണും പൂട്ടി യേശുവിനെ സ്നേഹിക്കുക. ആ സ്നേഹമാണ് ഇവിടെ കണ്ടത്. രണ്ടാമതായി, സുവിശേഷ വേലയ്ക്കായി സമയം കൊടുക്കുക.
അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഫിയാത്ത് മിഷൻ ഈ ദിവസങ്ങൾ ഇവിടെ നടക്കുന്നത്. നാലാമതായി, സഭയിൽ നിന്നും കുടുംബത്തിൽ നിന്നും കൂട്ടായ്മയിൽ നിന്നും പിരിഞ്ഞു പോയവരെ മുട്ടുകുത്തി ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് വീണ്ടും യേശുവിന്റെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ്, ഇത് ഞാൻ പറഞ്ഞതല്ല, ഡാനിയേൽസൺ പറയുന്ന പോലെ എനിക്ക് പറയാനായിട്ടുള്ള കഴിവില്ല. ഈ 3 കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ആലേഖിതമാക്കി തീർത്തിട്ടുണ്ട്. ബിനോയച്ചിനെ കുറിച്ചിട്ട് പലപ്പോഴും പലരും പറയാറുണ്ടെങ്കിലും ആദ്യമായി വേറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്, പക്ഷെ ഇന്നാണ് ശരിക്കും കണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തൊണ്ടയിൽ നിന്ന് വിശുദ്ധ സിസിലിയായോട് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. വിശുദ്ധ സിസിലിയാണ് പ്രത്യേകമായി ആത്മീയ സംഗീതത്തിൻ്റെ മധ്യസ്ഥ ഇവിടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിനോദച്ചൻ്റെ ആ ഗാനാലാപങ്ങളും ആ ഷെയറിങ്ങും ഒക്കെ മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളായി ഈ ജെറൂസലം മണ്ണിൽ എന്നും തളിരിട്ട് നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രിയ നിറഞ്ഞ ദാനിയേൽസനും വിനോദച്ചനും ഒരിക്കൽ കൂടി വരണമേ. മാത്രമല്ല, നിങ്ങളോടൊപ്പം നിൽക്കുന്ന ടീം അംഗങ്ങൾ, ദ ഫ്ലൈയിങ് വിങ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഈ 2 വശങ്ങളിൽ നിന്ന് ഈ അച്ഛന്മാർ 2 പേരും ചിറകടിച്ച് ഉയർത്തി എന്തുമാത്രമാണ് ഉയർന്നു പോയത് എന്ന് അറിഞ്ഞുകൂടാ. അത് ചിലവർക്കൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചൊക്കെ സൗഖ്യം കിട്ടിയവരൊക്കെ ഇതിവിടെ എൻ്റെ മുമ്പിലിരുന്ന് ഇങ്ങനെ ചിരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുട്ടികൾ, ബൈബിൾ ഗ്രാമിലെ കുട്ടികൾ, ഇവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു. പ്രിയ നിറഞ്ഞ ഡാനിയേലച്ച, പ്രിയ നിറഞ്ഞ ബിനോയച്ച, ടീം അംഗങ്ങളെ, വിവിധങ്ങളായ ഇൻസ്ട്രുമെൻ്റ് വായിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് ദൈവസ്നേഹം പകർന്നു തന്ന ഞങ്ങളുടെ പ്രിയ നിറഞ്ഞ ഇതിൻ്റെ അണികളായിരിക്കുന്ന ഓരോരുത്തരെയും ഞാൻ ഓർത്ത് ഇവിടെയുള്ള അഭിവന്യ പിതാക്കന്മാരോടും ഫിയാത്ത് മിഷനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അതിലെ എല്ലാവരോടും പ്രത്യേകമായി സ്വീറ്റിലോടും ചേർന്നുകൊണ്ട് നന്ദി എന്ന് പറയുന്ന വാക്ക് ഇവരെ രേഖപ്പെടുത്തുകയാണ്. ഹൃദയപൂർവ്വമായി നന്ദി പറഞ്ഞുകൊണ്ട് 4 മണിക്കൂർ സമയം ഇപ്പോഴും എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്, ധ്യാനം കൺവെൻഷനൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കൊക്കെ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് പോകുന്നത്. എന്നാൽ ഇവിടെ നിന്ന് ഒരെണ്ണത്തിന് എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ല. ഇനി ഇത്രയും സമയം കൂടി ആയി കഴിഞ്ഞാൽ അത്രമേ സന്തോഷം. അതാണ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ, 2 കാര്യം നിങ്ങളെന്ന് അറിയിക്കുകയാണ്. ഫിയാത്ത് എക്സിബിഷൻ 2 എണ്ണമാണ്. ഒന്ന് മിഷൻ എക്സിബിഷൻ, മറ്റൊന്ന് ദിവ്യകാരുണ്യ കാർലോ അക്യൂറ്റസ് എക്സിബിഷൻ. ഒന്നിൽ മിഷനെ സ്നേഹിക്കാൻ, മിഷനെ അറിയാൻ, മിഷനെ സഹായിക്കാൻ, മിഷനറിമാരായി തീരാൻ അതിലൂടെ കടന്നു പോകുന്ന ആ മിഷൻ എക്സിബിഷനിലൂടെ കടന്നു പോകുന്നവർ സാധിക്കും. അതിൻ്റെ പിന്നിൽ എത്രയോ മണിക്കൂറിൻ്റെ പ്രാർത്ഥനകൾ, എത്രയോ മണിക്കൂറിൻ്റെ അധ്വാനങ്ങൾ ഞാൻ കാണുന്നു. മറുവശത്ത് ദിവ്യകാരുണ്യത്തിൻ്റെ പ്രത്യേകമായ മധ്യസ്ഥനായിരിക്കുന്ന കാർലോ അക്യൂറ്റസ്. ഇവിടെ കാർലോ അക്യൂറ്റസിൻ്റെ റിലിക്കും അതുപോലെ തന്നെ തിരുസ്വരൂപം സംഭവിച്ചുകൊണ്ട് ഏകദേശം 30ഓളം ഇടവകകളിൽ, ഏകദേശം ധാരാളം വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ പോയ ആ വിശുദ്ധൻ്റെ നാമത്തിൽ ഒരു എക്സിബിഷൻ. അവിടെ വരുന്നവർക്ക് യേശുവിനെ കണ്ടുമുട്ടാൻ സാധിക്കും. 15 വയസ്സുകാരനായ കാർലോ അക്യൂറ്റസ് ഇത്ര വലിയ മീഡിയ പ്രവർത്തനത്തിലൂടെ യേശുവിനെ നമുക്ക് സമ്മാനിച്ചതുപോലെ ഓരോ സ്റ്റോളുകളും യേശുവിനെ തരുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന അഭിവന്യ പിതാക്കന്മാർക്ക്, വൈദിക ശ്രേഷ്ഠർക്ക്, CMI സഭയിലെ അംഗങ്ങൾക്ക്, സിസ്റ്റേഴ്സിന്, അതിൻ്റെ സിസ്റ്റേഴ്സ് ആകാൻ പുറപ്പെട്ടിരിക്കുന്ന അർത്ഥിനികൾക്ക്, ഷെമ്മാശന്മാർക്ക്, ബൈബിൾ ഗ്രാമിലെ കൊച്ചുമക്കൾക്ക്, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന സഹനപ്പൂക്കളോട്, അതിന് നേതൃത്വം നൽകുന്നവരോട്, വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നിന്ന് കാൽനടയായും വാഹനത്തിലുമൊക്കെ കടന്നു വന്നിരിക്കുന്ന എൻ്റെ സ്വന്തം മക്കൾ, ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരോടും ഫിയാത്ത് മിഷന്റെ നാമത്തിലും അതുപോലെ തന്നെ പ്രൈസ് ആൻഡ് വർഷിപ്പ് പാർട്ടി ടീമിൻ്റെ നാമത്തിലും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ അവസാനം കുറിക്കുന്നു. ഹല്ലേലൂയ. ഇനി ഒരുപാട് പറയാനില്ല. നമ്മളെല്ലാം പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചു കഴിഞ്ഞു. ഒരുപാട് സന്തോഷം. ദൈവത്തിന് നന്ദി. ആരാധിക്കാനായി രാത്രി നമുക്ക് തന്നല്ലോ, അതിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഫിയാത്ത് മിഷന് സ്വീറ്റ്ലി ബ്രദർ ഇത് ഇൻവൈറ്റ് ചെയ്തതിന്, പട്ടത്തച്ഛൻ്റെ വലിയ സ്നേഹത്തോടെയുള്ള ഈ പ്രദേശം മുഴുവൻ അങ്ങനെ സ്നേഹത്തോടെ ഒരുക്കിയതിന്, ഡാനിയേലച്ഛൻ്റെ സ്നേഹം നിറഞ്ഞ സാന്നിധ്യത്തിന്,
പിന്നെ എൻ്റെ ടീമംഗങ്ങൾ കുറേ പേര് ഇതിൻ്റെ പുറകിൽ ഒരുപാട് അധ്വാനം സ്നേഹവും ഇതിൻ്റെ പുറകിലുണ്ട്. ഇതിൻ്റെ പുറകിൽ മുന്നിലൊക്കെ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. അവരെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് തിരിച്ച് നല്ലൊരു യാത്ര വീട്ടിലേക്ക് ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഇനിയും ഓർക്കണം. ഞാൻ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി യൂറോപ്പിൽ നിന്ന് വന്നതാണ്. ഞാൻ ഇന്നലെ വന്നുള്ളൂ റോമിൽ നിന്ന്. ഞാൻ ഈ വെള്ളിയാഴ്ച തന്നെ തിരിച്ച് പോകും. അത് വന്നത് എനിക്ക് നഷ്ടമായില്ലെന്നും അത് എനിക്ക് സന്തോഷം കൂട്ടിയെന്നും ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. വലിയൊരു യാത്ര ചെയ്താണ് വന്നത്. കാരണം നമുക്ക് ഗൾഫിൽ യുദ്ധമൊക്കെ നടക്കുന്നതുകൊണ്ട് ഒരു 2 ദിവസം യാത്ര ചെയ്താണ് എന്നോട് എത്തിയത്. പക്ഷെ എങ്കിലും കർത്താവ് ആരാധിക്കാൻ ആരോഗ്യവും ഈ രാത്രിയും തന്നതിന് ഈശോയ്ക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. അമേൻ. അഭിവന്യ പിതാക്കന്മാരെ അൾത്താരയിലേക്ക് ക്ഷണിക്കുകയാണ്. അവരാണ് പൊതുവായിരിക്കുന്ന അഭിഷേക ബ്ലെസ്സിങ് കൊടുക്കുന്നത്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഞങ്ങളെ അനന്തമായി സ്നേഹിക്കുകയും ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ രക്ഷിച്ച് പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമായ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ ജനമായ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള എല്ലാ കൃപാദാനങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ഒരു രാവ് അങ്ങേ ആരാധിക്കുവാനായിട്ട് ഞങ്ങൾക്ക് നൽകിയതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദാനിയേൽ അച്ഛനിലൂടെയും പ്രിയപ്പെട്ട ബിജോയ് അച്ഛനിലൂടെയും ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതായ എല്ലാ കൃപാദാനങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ അതിർത്തികളോളം പോയി വചനം പ്രഘോഷിക്കുവാനുള്ളതായ അവിടുത്തെ ആജ്ഞ ഞങ്ങളുടെ ഹൃദയത്തിൽ പേറുവാൻ ഈ നാളുകളിൽ ഫിയാത്ത് GGM-ലൂടെ ഞങ്ങൾക്ക് ഇടവരുത്തുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. തീനാവുകളുടെ രൂപത്തിൽ വിശുദ്ധ സ്ലീഹന്മാരുടെ മേലും പരിശുദ്ധ മറിയത്തിൻ്റെ മേലും പെന്തക്കോസ്താ ദിവസം ആവസിച്ചതായ അതേ ആത്മാവിനെ ഈ കൂടിയിരിക്കുന്നതായ അങ്ങേ പ്രിയപ്പെട്ട മക്കളുടെ മേൽ, ബലഹീനദാസരായ ഞങ്ങളുടെ മേൽ വീണ്ടും അവിടുന്ന് വർഷിക്കുകയും ഈ ആരാധനയിൽ നിന്ന്, ഈ ആരാധനാ പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ചതായ വലിയ ആത്മീയ ശക്തിയോടുകൂടി ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിന് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ പാപബന്ധനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ രോഗങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ഈ രാത്രിയിൽ ഞങ്ങളെ വിടുതൽ ചെയ്തതിനായിട്ട് അങ്ങേക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നിരന്തരമായി ഞങ്ങളുടെ മേൽ അയച്ചുകൊണ്ട് അവിടുന്ന് നിരന്തരമായി ഞങ്ങളോടുകൂടി എപ്പോഴും ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ബലഹീനദാസരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ പൗരോഹിത്യ അഭിഷേകത്തിൻ്റെ ഭാഗമായിട്ട് അതോടൊപ്പം അങ്ങേ ശിഷ്യന്മാരുടെ പിൻഗാമികൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന പ്രധാനാചാര്യത്വത്തിൻ്റെ നൽവരങ്ങളുടെ പ്രയോഗത്താൽ ഈ നിന്റെ ജനത്തെ ആശീർവദിക്കുമ്പോൾ ദൈവമായ കർത്താവെ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ നിന്റെ ജനത്തെ അവിടുന്ന് ആശീർവദിച്ച് അവരുടെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് ഞങ്ങൾ ബലഹീനരായ ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട്, ബലഹീനരായ ഞങ്ങളെ ഒരിക്കൽ കൂടി ഈ വലിയ ദാനത്തിനായിട്ട്, ഈ വലിയ അഭിഷേകം ഞങ്ങളെ ഫലമേൽപ്പിച്ചതിനെ വിനീതമായി അങ്ങയുടെ സന്നിധിയിൽ ഓർത്തുകൊണ്ട് അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ രക്ഷിച്ചതായ പരിശുദ്ധ സ്ലീബായുടെ അടയാളത്താലേ ഞങ്ങൾ നൽകുന്നതായ ഈ ആശീർവാദത്തിൽ കർത്താവേ, അവിടുന്ന് തന്നെ സന്നിഹിതനായിരുന്ന് ഈ നിന്റെ ജനത്തെ അനുഗ്രഹിക്കണമേ എന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുന്നു. അമ്മേ മാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നുവല്ലോ. അന്ന് അമ്മയെ ഞങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോൾ യേശുവിൻ്റെ അമ്മയായ അമ്മ ഞങ്ങളോട് കൂടിയായിരിക്കുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളിലായിരിക്കുന്നു, ഞങ്ങളുടെ ഭവനങ്ങളിലായിരിക്കുന്നു, ഞങ്ങളോട് കൂടെയായിരിക്കുന്നു, ഈ മിഷണറി സമൂഹത്തോടു കൂടിയായിരിക്കുന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ അഭയം തേടുന്നു. ഞങ്ങളിതാ യേശുവെ, അങ്ങയുടെ നാമത്തിൽ നൽകുന്നതായ പരിശുദ്ധ തൃത്വമേ, അങ്ങയുടെ നാമത്തിൽ നൽകുന്നതായ ഈ ആശീർവാദം അവിടുന്ന് തന്നെ ഞങ്ങളിലൂടെ നൽകി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ആശീർവദിക്കുന്നു.
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും ആവാസവും വാത്സല്യഭാചനങ്ങളെ നിങ്ങളെല്ലാവരോടുകൂടിയും നിങ്ങളുടെ ഭവനങ്ങളോടുകൂടിയും നമ്മുടെ ഫിയാത്ത് മിഷനോടുകൂടിയും നമ്മുടെ എല്ലാ ആത്മീയ അപ്പസ്തോലിക ശുശ്രൂഷകളോടുകൂടിയും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.